45 മിനിറ്റ് നേരമായി കാഞ്ഞിരപ്പള്ളി ടൗണിൽ ഒരു വശത്തേക്കുള്ള ഗതാഗതം തടഞ്ഞിരിക്കുകയാണ് പോലീസ്. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തുകയാണ്. സുരക്ഷയുടെ ഭാഗമായാണ് പോലീസ് ഗതാഗതം തടഞ്ഞത്. പൊരുവേലിൽ യാത്രക്കാർ അക്ഷമരായി. എന്ത് വിരോധാഭാസമാണിത്? ജനങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണോ? ഈ വെയിലും കൊണ്ട് എന്തുമാത്രം കഷ്ടം. ഓരോരുത്തർ പനിയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ജനങ്ങളെ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ടാക്സ് കൊടുത്തിട്ടൊക്കെ തന്നെയല്ലേ ഈ വണ്ടി ആയിട്ട് റോഡിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ തടഞ്ഞിട്ടേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമുള്ളതല്ല. ഒരു പാർട്ടിയുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ടും വാഹനം വഴി തടഞ്ഞിട്ടുണ്ട് ഒരു കാര്യമില്ല. പരിപാടികളൊക്കെ അല്ലാത്ത ഏരിയകളിൽ നടത്തുക. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പരിപാടി മാത്രമാണ്. ആര് വന്നു കഴിഞ്ഞാലും ജനാധിപത്യ രാജ്യമല്ലേ ഇത്? രാജഭരണമൊന്നും അല്ലല്ലോ. നിയന്ത്രണം വെക്കണമായിരുന്നു. ഭയങ്കര ചൂടാ. എന്നാ പറയാനായിട്ട് ആള് പറയാനായിട്ട് ഇതാ കളി ഇപ്പം പോകാൻ പറ്റുന്നത് പറഞ്ഞു. നമ്മൾ ഇതിനെപ്പറ്റി എന്നാ പറയാ, എല്ലാം നമ്മൾ അനുഭവിക്കുക, അല്ലാതെ എന്നെ എടുക്കാൻ. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആരോടാ പറയുന്നത്? ഇപ്പോൾ ഒരു 3/4 മണിക്കൂറായി. അവർക്ക് ഇഷ്ടമുള്ള അവർ ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നടക്കുക. നമ്മൾ ജനങ്ങൾ വെറും മണ്ടന്മാരാണല്ലോ പണ്ട് തൊട്ടേ. അതിപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ തടഞ്ഞു നിർത്താതെ രക്ഷയില്ലല്ലോ. അത് രാഷ്ട്രീയക്കാരും കൂടെ നോക്കേണ്ടതല്ലേ. പോലീസുകാരെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യാത്രക്കാരുടെ കാത്തിരിപ്പിനൊടുവിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാഹനവ്യൂഹം എത്തുകയായി. കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വാഹനവ്യൂഹം പൂർണ്ണമായും കടന്നുപോയ ശേഷം റോഡ് വീണ്ടും ഗതാഗതത്തിനായി പോലീസ് തുറന്നുകൊടുത്തു. VVIPകൾ വരുമ്പോൾ സുരക്ഷയുടെ ഭാഗമായി ഗതാഗതം നിയന്ത്രിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. പക്ഷേ ജനങ്ങൾ അതിന് എതിരായി അവരുടെ നിരാശയും ഒപ്പം തന്നെ രോഷവുമാണ് പ്രകടിപ്പിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് അജികോട് മണ്ണപ്പം, റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.